ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ആദർശ് ഒരു സിക്കാരൻ്റെ വേഷത്തിലൊക്കെ ചെന്ന് ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നും സ്വർണത്തിൻ്റെ ഒരു ബിസിനസ്സുകാരനാണെന്നും അങ്ങനെ എം ജ്വല്ലറിയുമായിട്ട് ഡീലൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ എം ജ്വല്ലറിയിൽ കയറിപ്പറ്റി അവരുടെ ഗുഡ് ലിസ്റ്റിലൊക്കെ കയറുകയാണ് കേട്ടോ. ഡേവിഡിനാണെങ്കിൽ ആദർശിനെ മനസ്സിലാവുന്നുമില്ല. അങ്ങനെ എം ജ്വല്ലറിയുടെ ആ ചതികളൊക്കെ ആദർശ് മനസ്സിലാക്കി എടുക്കുകയാണ്. കിരണും കല്യാണിയും ഒപ്പം തന്നെയുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മുടെ അനിയാണെങ്കിൽ MD സ്ഥാനത്ത് ഇരിക്കുന്നുമുണ്ട്. അനിയും അവന്തികയുടെ കുറേ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. അവസാനം കള്ളത്തരങ്ങൾക്ക് മേൽ കള്ളത്തരങ്ങൾ ചെയ്ത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ നോക്കുന്ന അവന്തികയെയും അതുപോലെ നാഗേന്ദ്രയെയും അറസ്റ്റ് ചെയ്യുകയാണ്. നാഗേന്ദ്രയെ നന്ദു നേരിട്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ. ആദർശനും മുത്തശ്ശനും ഒക്കെ സാക്ഷിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയോട് എല്ലാവരും പറയുന്നുണ്ട് MD സ്ഥാനത്ത് ഇരിക്കണമെന്ന്. പക്ഷേ അനി പറയുന്നുണ്ട് ഇല്ല, ആദർശേട്ടൻ അർഹിക്കുന്ന ഒരു സ്ഥാനമാണത്. അതുകൊണ്ട് തന്നെയാണ് ആദർശേട്ടൻ അവിടെ ഇരുന്നതും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയതും. പക്ഷെ ഞാൻ അതിനൊന്നും അർഹനാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് എല്ലാവരോടും തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ നിർബന്ധം പറയുന്നുണ്ട് അനിയോട്, നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീയാണ് ഇനി ഇപ്പോൾ ഇവിടെ MD സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ, അബി ഒരിക്കലും ഇരുത്താൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നീ ജ്വല്ലറിയിൽ ചെല്ലുകയും കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുക. അനി പറയുന്നുണ്ട് ഇപ്പം ഞാൻ നോക്കുന്ന പോലെ ആ ഒരു ജ്വല്ലറിയുടെ ചുമതല അത് ഞാൻ ഭംഗിയായിട്ട് നോക്കിക്കോളാം, പക്ഷേ മറ്റു കാര്യങ്ങളിലോ ആദർശേട്ടൻ ഇരുന്ന കസേരയിലോ ഇരിക്കാൻ എന്നെ നിർബന്ധിക്കരുതെന്ന് പറയാം. അതേസമയം നമ്മുടെ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരുക. ജലജയാണെങ്കിൽ ചെന്ന് അഭിയോടും അതുപോലെ നയനിയോടും കൂടി ആയിട്ട് പറയുക, നിങ്ങളൊക്കെ കണ്ടില്ലേ ആ അനിയെ, അവനെ അവിടെ MD കസേരയിൽ ഇരുത്താൻ ഇവിടെയുള്ളവരെല്ലാം ശ്രമിക്കുന്ന കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ആദർശ് പോയപ്പോൾ ആ ഒഴിവിലേക്ക് ഇവനെയല്ലേ പരിഗണിക്കേണ്ട അഭിയെ, എന്നിട്ട് അവരാരെങ്കിലും ഇവനെ പരിഗണിച്ചോ? എന്ത് പറയാനാ? എടി നയനെ, നിനക്ക് കഴിവുണ്ടെങ്കിൽ അവനെ ആ MD സ്ഥാനത്തിരുത്തണം. അനിയെ മാറ്റിയിട്ട് അഭിയെ, അതിനായിട്ട് നീ പരിശ്രമിക്കണം. നിന്റെ അനിയത്തിയുടെ ഭർത്താവല്ലായിരുന്നു ഇത്രയും നാൾ ഇരുന്നത്, അവൻ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നു. അവൻ മാറിയപ്പം ഇവനല്ലേ അർഹത, അല്ലാതെ ആ അനിക്കാണോ? വെറുതെ ഒരു കാര്യങ്ങളും നോക്കാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന അവൻ ഇപ്പോഴും എല്ലാം കുട്ടിക്കളിയാണ്. കവിത എഴുത്തും സിനിമയൊക്കെ ആയിട്ട് നടക്കുന്ന അവൻ ഇനി ഈ ജ്വല്ലറിയുടെ എല്ലാം MD കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ നിനക്കും നിൻ്റെ കുഞ്ഞിനും ഇവിടെ ജീവിക്കണ്ടേ? അവകാശങ്ങളില്ലേ? അതുകൊണ്ട് നീ ഇതൊക്കെ പറഞ്ഞ് നേടിയെടുക്കണം എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട് നോക്കട്ടെ, അനി ഇപ്പോഴും അതിനൊന്നും തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ജലജ പറയാം, എടി അവൻ തയ്യാറാവുമടി, ആദ്യമൊക്കെ അവൻ തയ്യാറാകത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അത് സമ്മതിക്കും. അവൻ്റെ അമ്മയുണ്ടല്ലോ ജാനകി, അവൾ ഒറ്റ കൊമ്പി നിപ്പാണ്. ഇങ്ങനെയെങ്കിലും അനിയെ ആ സീറ്റിലേക്ക് ഇരുത്താനായിട്ട് അവൾ പറഞ്ഞ് അവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് സമ്മതിക്കട്ടെ, അതിനുശേഷം ഞാൻ തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ നവ്യയും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വലിഞ്ഞു കയറി വന്നോളൊന്നും അല്ലല്ലോ ഞാനും. ഇവൻ്റെ ഭാര്യയും ഇവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയൊക്കെ അല്ലേ, എനിക്ക് ഈ വീട്ടിൽ അവകാശമില്ലേ? ഞാനും അതൊക്കെ ചോദിച്ചിട്ട് തന്നെ ഉള്ളെന്ന് പറയാണ്. അങ്ങനെ ജലജയ്ക്ക് കുറച്ചൊന്ന് സമാധാനമാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നവ്യയെ ഒന്ന് എരുകേറ്റി വിട്ടല്ലോ. അതിനുശേഷം അനിയോട് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. പക്ഷേ അനി അനുസരിക്കാതിരിക്കുകയാണ്. ജ്വല്ലറിയിൽ വന്നിരിക്കുകയാണ് അനി ആ മാനേജർ പോസ്റ്റിൽ തന്നെ ഇരിക്കുക. അപ്പോഴേക്കും ജയനും അജയനും ഒക്കെ അങ്ങോട്ട് വരിക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അനിയോട്, അനി എന്താ നിൻ്റെ തീരുമാനം, നീ പറ, മുത്തശ്ശൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യണമെന്ന് പറയാണ്. അപ്പം അനി പറയുന്നുണ്ട് ഇല്ല അച്ഛാ, എന്നോട് അച്ഛനും വലിയച്ഛനും ഒന്നും പറയണ്ട, ഞാൻ ആദർശേട്ടൻ ഇന്ന് കസേരയിൽ ഇരിക്കില്ല. ആ കസേരയിൽ ഇരിക്കാൻ ഇപ്പോൾ യോഗ്യതയുള്ള ആൾ ആദർശേട്ടൻ മാത്രമാണ്. ഒരു കാര്യമില്ലാതെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തി ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ആ കസേരയിൽ കയറിയിരുന്ന് ഭരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. അപ്പം ജയൻ പറയുന്നുണ്ട് അത് മോനെ, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ആദർശ് പോയിരിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ്, അവനെ ചതിച്ചവരെ കണ്ടെത്താൻ, അല്ലാതെ വെറുതെ ഇവിടുന്ന് പിണങ്ങി ഇറങ്ങി പോയതൊന്നും അല്ലല്ലോ. അവൻ നമ്മുടെ ജ്വല്ലറിയെ തകർക്കുന്നവരെ കണ്ടെത്തിയതിന് ശേഷം തിരിച്ചെത്തും, അല്ലാതെ നമ്മളാരും അവനെ ഇറക്കി വിട്ടതുമല്ല. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറയുക. അപ്പം അനി പറയുന്നുണ്ട് എന്തുണ്ടെങ്കിലും ആദർശേട്ടൻ തിരിച്ചെത്തട്ടെ, എന്നിട്ട് ആ MD കസേരയിൽ ആരെങ്കിലും ഇരുന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ ജയൻ തന്നെ പറയും ഇല്ല, അതൊന്നും പറ്റില്ല മോനെ, ആ കസേരയിൽ ആരെങ്കിലും ഇരിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി തന്നെയാണ് നശിച്ചു പോകുന്നത്. ഇപ്പം തന്നെ നാശത്തിൻ്റെ വക്കിലാണ്. എല്ലാ ഓഹരികളും ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നതെന്ന് നിനക്കറിയില്ലേ?
ആ ജ്വല്ലറിക്കാർ 4 വശത്തുനിന്നും പാര വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ജ്വല്ലറിക്ക് ഒരു MD കൂടി ഇല്ലാതായ ആകെ താളം തെറ്റിപ്പോവും എന്ന് പറയും. കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെ ആടി ഉലയും മോനെ എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് വേണം? ഇതൊക്കെ മുത്തശ്ശൻ്റെ നിങ്ങളുടെയൊക്കെ തീരുമാനമല്ലേ? ആദർശൻ ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കിയതല്ലേ? ആ മനുഷ്യനൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവരും മനുഷ്യരല്ലേ? ജ്വല്ലറിക്കാർ ആ മനുഷ്യനെ ചതിച്ചതല്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇറക്കി വിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അതൊക്കെ സത്യം മോനെ, അത് ഒരു ചതി ആർക്കും പറ്റും. പക്ഷെ ബിസിനസ്സിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം. നീ അതോർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. പോയ ആദർശ് അതിൽ ശക്തനായിട്ട് തിരിച്ചു വരും. അപ്പോൾ നീ ഈ കസേരയൊന്ന് ഒഴിഞ്ഞു കൊടുത്താൽ മതി. തൽക്കാലം നീ ഇവിടെ ഇരിക്കണം, ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം എന്ന് പറയാണ്. അങ്ങനെ അനിയെ നിർബന്ധിച്ച് അനുസരിപ്പിച്ച് കസേരയിൽ പിടിച്ചിരുത്തുകയാണ് ജയനും അജയനും കൂടെ. എന്നിട്ട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നീ നേരത്തെ പോലെ അല്ല, നീ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം. ആദർശ് എത്രമാത്രം ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അതുപോലെ നീയും ചെയ്യണം. നിൻ്റെ കുട്ടിക്കളിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം മാറ്റി ഈ ജ്വല്ലറിയിലെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം കാണിക്കണം. നീ അതുപോലൊരു ഉത്തരവാദിത്തപ്പെട്ട കസേരയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനിയെ പിടിച്ച് അവിടെ ഇരുത്തുക. അനി മനസ്സോടെ സമ്മതിക്കുകയാണ് കേട്ടോ. ആദർശേട്ടൻ ഏത് നിമിഷം ഇവിടെ വരുന്നോ ആ നിമിഷം ഈ കസേരയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുന്നു അനി പറയാണ്. അങ്ങനെ എല്ലാം സമ്മതിച്ച് അനി കസേരയിൽ ഇരിക്കുക. അതേസമയം ഇതറിഞ്ഞപ്പോൾ തൊട്ട് നവ്യയ്ക്കും അഭിക്കും ഒക്കെ ടെൻഷനാണ്. അപ്പോൾ ജലജ വന്നിട്ട് പറയാം, എന്താ നവ്യ നീ പറഞ്ഞത്? അനി അവിടെ ഇരിക്കില്ലെന്ന്. അവൻ ആദർശേട്ടനോടുള്ള ഭക്തി കൊണ്ട് കസേര വെച്ച് പൂജിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമെന്ന്. എന്നിട്ട് അതാണോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അവൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും അങ്ങ് നിർബന്ധിക്കുമ്പോൾ അവൻ സമ്മതിക്കുമെന്നേ. ചില്ലറ കാര്യമാണോ ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാം ഹെഡായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ? അത് അവന് കിട്ടിയ ഒരു അവസരമല്ലേ? വെറുതെ അവിടെ എവിടെയും വായി നോക്കി നടന്ന കൊച്ചി ചെറുക്കനെ പിടിച്ച് അവിടെ കൊണ്ടേ ഇരുത്തി എന്നും പറഞ്ഞ് ജലജ അങ്ങ് പറയുക. അപ്പം നവിക്കും ദേഷ്യം വരിക. എടാ അബി, നിനക്ക് കഴിവില്ലാതെ പോയിട്ടല്ലേ ഇതൊക്കെ? ആ കസേരയിൽ ഇന്ന് ഇരിക്കേണ്ട നീ അല്ലേടാ, അല്ലെങ്കിലും ആദർശേട്ടനേക്കാളും മുമ്പ് ഇരിക്കേണ്ട നീ തന്നെയാണ്. പിന്നെ നിൻ്റെ കഴിവ് കേടുകൊണ്ട് ആദർശേട്ടനെ ഇരുത്തി. ഇപ്പോൾ ആദർശേട്ടൻ ഇല്ലാത്ത വന്ന സമയത്ത് അനി ഇരിക്കുന്നത് നീ കണ്ടില്ലേ? നിനക്കിങ്ങനെ നിന്നാൽ പോരെ? നിനക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നും ഇല്ലേടാന്ന് ചോദിക്കുക. അപ്പം അബി പറയുന്നുണ്ട്, ഞാനെന്ത് ചെയ്യാനാ? ഞാൻ ചെന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും എന്നെ കസേരയിൽ ഇരുത്തുമോ? ഇല്ല. അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നത് പോലും തരാതെ ഇറക്കി വിട്ടവരവരൊക്കെ. ആ അനിയുണ്ടല്ലോ, അന്ന് അവൻ ആ ജ്വല്ലറിയുടെ ചുമതല നോക്കിയ സമയത്ത് എന്നെ ആട്ടി ഓടിച്ചതാ ആ ജോലിയിൽ നിന്ന് പോലും. എന്നിട്ടിപ്പോൾ ഇനി MD കസേരയിൽ ഇരിക്കാൻ ചെന്നെച്ചാൽ മതി എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നീയല്ലേ കാര്യങ്ങൾ കുറേയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്? നിനക്കല്ലേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവാതിരുന്നത്? ഒന്നും അറിയാതെ നടന്ന അനി കയറി അവിടെ ഇരിക്കുന്ന നേരത്ത് നീയല്ലേ ഇരിക്കേണ്ടത്? എന്തായാലും ഞാനിത് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ജ്വല്ലറിയിലേക്കൊന്ന് പോകാം. അനി MD കസേരയിൽ ഇരിക്കുന്ന ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ നവ്യയും അബിയും അതുപോലെ കുഞ്ഞുമായിട്ട് ഇറങ്ങിയിട്ട് നേരെ ജ്വല്ലറിയിൽ ചെന്നിട്ട് അനിയുടെ ക്യാബിനിലേക്ക് ചെന്ന് മുട്ടി അവിടെ കയറുകയാണ്. അപ്പോൾ ഇവർ കയറി വരുന്ന കാണുമ്പോഴേ അനിക്ക് എന്തോ ഒരു ഫീലിംഗ് തോന്നുവാണ്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അബിയുടെ വരവ് കാണുമ്പോൾ. അബി കൂടി കാരണമായതുകൊണ്ടല്ലേ ആദർശ് പോയതെന്നുള്ള ചിന്തയും ആദർശിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള നവ്യയുടെ വരവും എല്ലാം കൂടെ കാണുമ്പോൾ അനി നല്ല ദേഷ്യത്തിലാണ്. അനി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ കയറി വരിക. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിങ്ങൾ കുടുംബസമേതം ഇവിടെ വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വരാൻ പോലുമുള്ള അവകാശമില്ലല്ലേ, എല്ലാം നിങ്ങളെല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണല്ലേ, അബിയെ വെറും പുറമ്പോക്കായിട്ടല്ലേ നിങ്ങളെല്ലാം കണ്ടിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അനി പറയാം, അല്ല ഏടത്തി, വീട്ടിൽ വെച്ച് പറയുന്ന കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പം ഇങ്ങനെ ജ്വല്ലറിയിലേക്ക് കയറി വന്ന് ഇവിടെ വന്നു ഇങ്ങനെ പറയുന്നത്? ഇതെന്തിനാ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയാം, ഞാനും എൻ്റെ കുഞ്ഞും ഇവിടെ വന്ന് കയറി ഇത് നിനക്കൊക്കെ ശല്യപ്പെടുത്താൻ വേണ്ടി തന്നെയാടാ വന്നത്. നീ ഇപ്പം MD കസേരയിൽ ഇരിക്കില്ലെന്നും ആദർശേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് അത് ഒഴിഞ്ഞിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കയറി ഇരുന്നില്ലേ? ആരാടാ ചക്കരക്കുടത്തി കൈയിട്ടാൽ നക്കാത്തവരുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇവനല്ലേ, അബിയല്ലേ ഇവിടെ ഇരിക്കേണ്ടത്? ശരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ഇവനല്ലേ? ഒന്നും അറിയാതെ കുട്ടിക്കളിയുമായി നടന്ന നീ ഇപ്പം ഈ കസേര കയറിയില്ലടാ, നിൻ്റെയും തന്ത്രമല്ലേടാ ആദർശ് ഇവിടുന്ന് പോയത് എന്നൊക്കെ ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, ഇവിടെ കയറി വന്ന് അനാവശ്യമായിട്ട് നിങ്ങൾ 2 ബഹളം ഉണ്ടാക്കരുത്. അബിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരരുതെന്ന്. ഇവിടെ അബിക്ക് യാതൊരു സ്ഥാനവും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? ഈ മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫ് പോലും അല്ല അബി, പിന്നെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയാം, അതെ സ്റ്റാഫ് പോലും അല്ല, ഇവൻ ഇവിടുത്തെ സ്റ്റാഫായിരുന്നല്ലോ, ഒരു അല്പസ്വല്പം കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പേരിൽ ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് നീ അല്ലേടാ
ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നിനക്ക് എന്താ അവകാശമുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയും അതേ അവകാശത്തിൻ്റെ ഒന്നും കാര്യം പറഞ്ഞ് നിങ്ങളോട് ഇങ്ങോട്ട് വരരുത്. ഇവൻ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവനെ ന്യായീകരിക്കുന്നത്. ഞാനതങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പം നവ്യ പറയും എല്ലാവരും ഈ ബോംബ് കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്, വെട്ടിത്തുറന്ന് പറയും വെട്ടിത്തുറന്ന് പറയുമെന്ന്. എന്നിട്ട് ഇത്രയൊക്കെ ആയിട്ടും ആരും എന്താ വെട്ടിത്തുറന്ന് പറയാത്തത്? ഇവൻ എന്ത് തെറ്റാ ഇത്ര വലിയ തെറ്റ് ചെയ്തത്? അല്ല പറ എന്ന് പറയണം. അപ്പം അനി പറയുന്നുണ്ട് വേണ്ട ഏടത്തിയായിപ്പോയി, ഞാനൊന്നും പറയുന്നില്ല. അബി ഇവരെ വിളിച്ചോണ്ട് നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയാം ഞങ്ങൾ പോയേക്കാം, ഞങ്ങളിവിടെ കസേര കയറിയിരിക്കാനൊന്നും വന്നതല്ല, എന്നാലും ആദർശേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് ഇതിൽ കയറി ഇരിക്കില്ലെന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്നതൊന്ന് കാണാൻ വന്നതാ. ഈ നവ്യയ്ക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നീ ഓർത്തോളാൻ പറയണം. അപ്പം അനി പറയാം അതെനിക്കറിയാം, നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ആ ജ്വല്ലറിയിലെ കൂട്ടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ജ്വല്ലറി നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ അവർക്ക് ഒത്താശ പാടുന്നവരല്ലേ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ജോലി നോക്കണം, എൻ്റെ ഭർത്താവിനോ ഈ മൂർത്തിസ് ജ്വല്ലറിയിൽ പോലും ഒരു ജോലിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാതെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടക്കുകയുള്ളൂ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. അതിനുവേണ്ടി എനിക്ക് തൊഴിൽ തന്ന ജ്വല്ലറിയോട് ഞാൻ കൂടുതൽ കാണിക്കും. അതിനിപ്പം നിനക്ക് എന്താണെന്ന് ചോദിക്കുക. എനിക്കൊന്നുമില്ല എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയില്ലേ, ആ മനുഷ്യൻ ഇനിയും അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ആ അനഘയോടും ആ കുഞ്ഞിനോടും ഒക്കെ ചെയ്ത തെറ്റില്ലേ, അതിന് അയാൾ ഇനിയും അനുഭവിക്കും. ഇപ്പം MD സ്ഥാനം അങ്ങ് പോയില്ലേ, എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ഒറ്റപ്പെട്ടില്ലേ, ഇനിയും അയാൾ ഒറ്റപ്പെടും. ആ അനഘയുടെ പ്രാക്ക് അയാൾക്കുണ്ടായിരിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ അബിക്കൊരു ഇത് വരികയാണ് കേട്ടോ. അബിക്കല്ലേ ശരിക്കും പ്രാക്ക് കിട്ടേണ്ടത്. അപ്പോൾ അനി പറയാം മതി മതി, ഇനി ഈ സംസാരം ഇവിടെ വേണ്ട. ആദർശേട്ടനെ കുറ്റപ്പെടുത്തി ഇവിടെ നിന്ന് ഒരു വാക്ക് പോലും നിങ്ങൾ സംസാരിക്കരുത്. അബി ഇവരെ വിളിച്ചോണ്ട് പോകാൻ പറയാം. അപ്പോൾ അബി പെട്ടെന്ന് വിളിച്ചിട്ട് പോവുക നവിയെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നവ്യ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ആദർശനെ വിളിച്ച് പറഞ്ഞ് അനി അന്നേരം ഉള്ള സത്യങ്ങളും പറഞ്ഞ് ആകെപ്പാടെ പണി വാളും എന്ന് മനസ്സിലാക്കിയിട്ട് ആബി കള്ളത്തരത്തോടു കൂടി നവ്യെ വിളിച്ചിട്ട് പോവുക. നവ്യ നല്ല ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. അതിനൊക്കെ ശേഷം നമ്മൾ കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടെ കയറി പറ്റിയിട്ടുണ്ടല്ലോ ജ്വല്ലറിയിൽ. അവർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ട് അവർ വന്ന് ആദർശിനോട് പറയാണ്. നയനി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദർശിനോടും നയനിയോടുമായിട്ട് സംസാരിക്കുക. അപ്പോൾ കിരൺ പറയുന്നുണ്ട് ആദർശെ ചില സംശയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, അത് ഞാൻ നിന്നോട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താ കിരണേ ജ്വല്ലറിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ എന്ന് ചോദിക്കുക. അവരുടെ ആ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ എന്തെങ്കിലും. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ കിരൺ അങ്ങനെ ഒരു വിവരങ്ങൾ പ്രത്യേകിച്ച് പറയാനൊന്നും കിട്ടിയിട്ടില്ല. ആ ഡേവിഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു. അയാൾ ബേസിക്കലി ദുബായിലായിരുന്നു നേരത്തെ, പക്ഷേ വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരാളോ വലിയ പാരമ്പര്യമുള്ള ഒരാളോ ഒന്നും അല്ലായിരുന്നു. ഒരു ജ്വല്ലറിയിലെ ജോലിക്കാരനായിരുന്നു ഈ ഡേവിഡ്. പക്ഷേ എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കിയെന്നും ഇത്രയും വലിയ ഒരു ജ്വല്ലറിയുടെ ഓണറായെന്നുള്ളതിന് ഒരു വ്യക്തമായ തെളിവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വത്തിനും ഉടമയാണെന്ന് തോന്നുന്നില്ല. ഇത്രയും വലിയ സാമ്രാജ്യമായിട്ട് ജ്വല്ലറി ഇത്ര പെട്ടെന്ന് വളർത്തിയെടുക്കാൻ ഡേവിഡിനെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ് അപ്പോൾ സത്യമായി നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റാരോ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് തീർച്ചയായും അങ്ങനെ ആരോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഡേവിഡ് എന്ന് പറയുന്നത് അയാളുടെ ബിനാമിയാണെന്നാണ്. ശരിക്കുമുള്ള ആൾ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. പുറത്തു വരാൻ പറ്റാത്ത ഒരു ഐഡൻറ്റിറ്റി അയാൾക്കുണ്ട്. ഈ ജ്വല്ലറിക്ക് പിന്നിൽ എന്തോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെനിക്കും ഫീൽ ചെയ്ത കാര്യമാണ്. ആ ഗീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ അവളോട് കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു. പക്ഷേ അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. മുംബൈ പോലീസ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ലെന്നാണ് നന്ദു പറഞ്ഞത്. പക്ഷേ നന്ദു എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പം ഉടനെ കിരണും പറയാണ് കേട്ടോ ശരിയാണ്, ആ ഗ്രീനെ കൂടി കിട്ടുകയാണെങ്കിൽ. അത് മാത്രമല്ല ചില കള്ളത്തരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്താണ് മൂർത്തീസ് ജ്വല്ലറിയോട് അവർക്ക് ഇത്ര വൈരാഗ്യം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെനിക്കും തോന്നി കിരണേ, ഞാനും ഒരു ആൾമാറാട്ടം നടത്തി നിങ്ങളെപ്പോലെ അവിടെ കയറിക്കൂടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ കിരൺ ചോദിക്കുക അങ്ങനെ നിനക്ക് ആൾമാറാട്ടം നടത്തി കയറാൻ പറ്റുമോ, അവർ നിന്നെ തിരിച്ചറിയില്ലേ എന്ന് ചോദിക്കുക. തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വേഷവിധാനത്തോടു കൂടി ഞാൻ എത്തുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട് അതേ ആദർശേ, നീ നിൻ്റേതായ വഴിക്ക് ചെയ്യ്, എങ്ങനെയെങ്കിലും അവിടെ കയറിക്കൂടി അവരുടെ രഹസ്യങ്ങൾ കണ്ടെത്തണം. എന്നാലേ മൂർത്തീസ് ജ്വല്ലറിയുമായി അവർക്ക് ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് പിടികിട്ടുള്ളൂ എന്ന് പറയുക. അപ്പോൾ ആദർശം തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് തീരുമാനിക്കുന്നത് ഒരു സിഖുകാരൻ്റെ വേഷത്തിൽ ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരു സ്വർണ്ണ വ്യാപാരി ആയിട്ട് ചെല്ലാനാണ് കേട്ടോ. സ്വർണ്ണ വജ്ര വ്യാപാരിയായിട്ട് അവിടെ ചെന്ന് ഡീൽ ഉറപ്പിച്ച് അവരുടെ ഇടയിൽ കയറിക്കൂടി ആ ഡേവിഡിൽ നിന്ന് എല്ലാ രഹസ്യങ്ങളും ചൂഴ്ന്നെടുക്കണം എന്നുള്ളതാണ് ആദർശിൻ്റെ ആ ഒരു താല്പര്യം.
അത് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പം നയനയോട് പറയുന്നുണ്ട്, നയനെ അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങനെ ഒരു പ്രൊഫൈലിൽ അവിടെ കയറി കൂടാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ നയനയും പറയുക, അത് നല്ല കാര്യം ആദർശേട്ടാ, ആദർശേട്ടനൊപ്പം എല്ലാ കാര്യത്തിനും സപ്പോർട്ടുമായിട്ട് ഞാനും ഉണ്ടായിരിക്കും എന്ന് പറയാം. അങ്ങനെ പിന്നെ ആദർശ് ആ വേഷമൊക്കെ കെട്ടുകയാണ് കേട്ടോ. ആ സിക്കാരൻ്റെ തൊപ്പിയൊക്കെ നയനെ എടുത്ത് വെച്ച് കൊടുത്ത് ഒരുക്കി നല്ല സൂപ്പറായിട്ടുണ്ട്, ഇപ്പം ആര് കണ്ടാലും തിരിച്ചറിയില്ല, ഇപ്പം കണ്ടാൽ ശരിക്കും ഒരു സിക്കുകാരനെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നയനയും ആദർശും കൂടി ജ്വല്ലറിയിൽ പോകാൻ വേണ്ടിയിട്ട് നയനയുമായിട്ട് പോയി കിരണിനെ കാണുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട് ആദർശ, ഈ വേഷത്തിൽ ഞാൻ പോലും നിന്നെ തിരിച്ചറിയില്ല. പിന്നെയല്ലേ ഡേവിഡിൻ്റെ അടുത്ത് കയറിക്കൂടി അവിടുത്തെ രഹസ്യങ്ങളും ആരാണ് ജ്വല്ലറിക്ക് പിന്നിലുള്ളതെന്നും നീ കണ്ടെത്തണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. അങ്ങനെ ആദർശ് ജ്വല്ലറിയെ നേരത്തെ തന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ചെല്ലുന്നത്. അങ്ങനെ ഡേവിഡിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡേവിഡിനോട് സംസാരിക്കുകയാണ്. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുമായിട്ടുള്ള ആ വലിയ കരാർ നിങ്ങൾക്കല്ലേ കിട്ടിയിരിക്കുന്നതെന്ന് ഡേവിഡിനോട് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട് അതെ എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട്, അതെ ഞാൻ പഞ്ചാബിലാണ് ബേസിക്കായിട്ടും ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വേരുകളൊക്കെ ഇവിടെ കേരളത്തിലാണ്. അതുകൊണ്ട് നന്നായിട്ട് മലയാളമൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് അയാളെ പരിചയപ്പെടുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊരു ഡീല് കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് വലിയ വലിയ ജ്വല്ലറികൾ, കേരളത്തിൽ തന്നെ മൂർത്തീസ് ജ്വല്ലറി പോലെയുള്ള ജ്വല്ലറികളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ ജ്വല്ലറിക്ക് കിട്ടിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വന്ന് നിങ്ങളെ കാണാമെന്നും കുറച്ച് ഡീൽ ഉറപ്പിക്കാമെന്നും വിചാരിച്ചത്. ഞങ്ങൾക്ക് കുറച്ച് കേരള സ്റ്റൈലിലുള്ള ഓർണമെൻറ്റ്സ് ആവശ്യമായിരുന്നു. അത് നിങ്ങളുമായിട്ട് കോൺട്രാക്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത്. മൂർത്തീസ് ജ്വല്ലറിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി കണ്ടുവച്ചത്. പക്ഷേ അവർക്ക് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ ആ കരാർ കിട്ടാതെ വന്നപ്പോഴും ഇപ്പോൾ മാർക്കറ്റിലെ ഓഹരികളൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അവരെ ഞങ്ങൾ ഒഴിവാക്കി. അതിന് പകരം നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം. അങ്ങനെ അവിടെ ചെന്ന് ഡേവിഡുമായിട്ട് പരിചയപ്പെട്ടു. ഡേവിഡ് ഭയങ്കര സ്വീകരണമൊക്കെ കൊടുത്ത് കയറ്റുവാണ് ആദർശിനെ. ആദർശ് അങ്ങനെ അവരുടെ ഒരു ഡേവിഡുമായിട്ട് നല്ലൊരു ഇതിലായിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ അനിയാണെങ്കിൽ അവിടെ MD സ്ഥാനത്തിരിക്കുകയാണല്ലോ. MD സ്ഥാനത്തിരിക്കുന്ന അനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. ഇവിടുത്തെ രഹസ്യങ്ങൾ പലതും പുറത്തു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് പോകുന്നുണ്ട് കേട്ടോ. അനി അപ്പോൾ ഇങ്ങനെ സംശയിക്കുകയാണ്, ആരായിരിക്കും നമ്മുടെ ഇവിടുത്തെ രഹസ്യങ്ങളെല്ലാം ജ്വല്ലറിക്കാരെ അറിയുന്നത്? പല കോൺട്രാക്റ്റുകളുടെയും രഹസ്യങ്ങൾ ഇവിടുന്ന് പുറത്തു പോയിട്ടുണ്ടെന്ന് അനി മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആദർശിനെ വന്ന ഒരു ദിവസം അനി കാണുകയാണ്. അപ്പോൾ വൈകിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആദർശും നയനയും അവിടെയുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അനിയോ എന്താ അനി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നീ MD സ്ഥാനത്തിരുന്നിട്ട് എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഏടത്തി, പക്ഷേ ആദർശേട്ടൻ ഇരുന്ന് ആ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കുറ്റബോധം തോന്നുകയെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്തിനാണ് നീ കുറ്റബോധം തോന്നുന്നത്? നിനക്കത് തോന്നേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംശയം അവന്തികയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഉടനെ തന്നെ ചോദിക്കാൻ ആദർശ, അവന്തികയോ? അല്ല അവൾ നമ്മളെ ചതിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ചതിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. അപ്പച്ചിയുടെയും അതുപോലെ അബിയുടെയൊക്കെ രക്തമല്ലേ, എല്ലാവരും ഒരേ ജൻസിൽപ്പെട്ടവരായതുകൊണ്ട് അവന്തികയ്ക്ക് അങ്ങനെ മാറി ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോൾ ജ്വല്ലറിയിൽ ഉള്ളവരിൽ സംശയം അവന്തികയെ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എടുത്തു ചാടി നീ തീരുമാനമൊന്നും എടുക്കണ്ട, അവന്തിക തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറയാം. അപ്പോൾ അവന്തികയുടെ മേലും ഒരു ചെറിയ സംശയം വീഴുകയാണ് കേട്ടോ. അതേസമയം ആദർശ് വീണ്ടും ഡേവിഡിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം. അപ്പോൾ ഡേവിഡ് ഒരു വലിയ രഹസ്യം പറയാണ്, ഞാൻ ഈ ജ്വല്ലറിയുടെ MD ആണെങ്കിലും ഇവിടെ ഒരു ബിനാമിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞങ്ങളുടെ ഒരു യഥാർത്ഥ ഉടമസ്ഥനുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. യഥാർത്ഥ MD വേറൊരാളാണെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളും കൂടി ഉണ്ടായിരുന്നോ? അല്ല ഡേവിഡ് ബിനാമിയാണെങ്കിൽ ഈ ജ്വല്ലേഴ്സ് സാമ്രാജ്യമൊക്കെ ആരുടെ കയ്യിലാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ MD നാഗേന്ദ്രയാണെന്ന് പറയണേ. ആ പേര് കേൾക്കുമ്പോഴേ ആദർശിന് നാഗേന്ദ്ര അതെവിടെയോ നല്ല പരിചയമുള്ള പേരാണല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഹോട്ടലിലുണ്ട്, അദ്ദേഹത്തെ താങ്കൾ നേരിട്ട് പോയി കാണണം, കണ്ട് നമുക്ക് സംസാരിക്കണം എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, ഓക്കെ നമുക്ക് അവിടെ പോകാമെന്ന് പറയാം. അങ്ങനെ ഡേവിഡ് ആദർശിനെയും കൂട്ടി നാഗേന്ദ്രയുടെ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നാഗേന്ദ്രയുമായിട്ട് സംസാരിക്കുക. പക്ഷെ നാഗേന്ദ്രയ്ക്ക് ആദർശിനെ മനസ്സിലാവുന്നില്ല. ആദർശിന് പക്ഷേ ആളിനെ മനസ്സിലാകാണ്. ആദർശ് മനസ്സിൽ ഓർക്കുകയാണ്, ഈ നാഗേന്ദ്ര, ഇയാളുടെ പേര് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചിയുടെ ഭർത്താവ്, അബിയുടെ അച്ഛൻ. ചുമ്മാതല്ല നമ്മുടെ ജ്വല്ലറിയുമായിട്ട് ഇത്രയധികം ശത്രുതയുണ്ടായത്. ഇതെല്ലാം മനസ്സിൽ വച്ച് ഇയാൾ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്ര ഇതൊന്നും അറിയാതെ ആദർശമായിട്ട് ഡീലൊക്കെ ഒപ്പിടുകയാണ്. ആദർശ് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുത്തശ്ശനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുക.
അപ്പോൾ മുത്തശ്ശൻ അത്ഭുതപ്പെട്ടു പോവുക. സത്യമാണോ എന്ന് ചോദിക്കുക. അതെ, ആ നാഗേന്ദ്ര തന്നെയാണ് ഈ എൻ ജ്വല്ലറിക്ക് പിന്നിൽ. നമ്മുടെ നാശം കാണാൻ വേണ്ടി അയാളാണ് മുത്തശ്ശൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് പൂട്ടണം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ അവനെ പോയി പൂട്ടുന്നത്? അതിനുള്ള തെളിവുകളൊന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ മുത്തശ്ശ എന്ന് പറയാം. അപ്പോൾ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാൻ പറയാം, ഗ്രീനിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അപ്പോഴേക്കും ആദർശിനെ വിളിക്കുകയാണ്. ആദർശേട്ടാ, ഇങ്ങനെ ഗ്രീനിയെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാം. ഗ്രീനിയുടെ ഫോട്ടോയും മറ്റുമൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയും അങ്ങനെ ആ പെൺകുട്ടിയെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എൻ ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫാണെന്ന് പറയാണ്. അവളെ ഞാൻ കയ്യോടെ പൊക്കിയിട്ടുമുണ്ട് എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയണേ, ഓക്കെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാം. അങ്ങനെ ആദർശ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദർശിൻ്റെ മുന്നിൽ വെച്ച് ഗ്രീനയോട് നന്ദു ചോദിക്കുന്നുണ്ട്, ഇയാളെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുക. അപ്പോൾ ഗ്രീന പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ അന്ന് ഈ ഇദ്ദേഹത്തെയാണ് ചതിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കൊടുത്ത് ജ്യൂസിൽ മയക്കുമരുന്ന് കൊലക്കി കൊടുത്തത് ആ ഡേവിഡ് പറഞ്ഞിട്ടാണെന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എൻ ജ്വല്ലറിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഡേവിഡാണോ അതിൻ്റെ MD എന്ന് ചോദിക്കുക. അപ്പോൾ ഗ്രീന പറയുന്നുണ്ട്, ഡേവിഡ് സാറിന് പിറകിൽ മറ്റാരോ ഉണ്ടെന്നാണ് ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതാരാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പം അതെനിക്കറിയില്ല, ആ രഹസ്യങ്ങളൊന്നും അവരെന്നോട് പറഞ്ഞില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചധികം പണം തന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ ഒരു മാപ്പ് സാക്ഷിയായി പോവൊന്നുമില്ല, നീ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണെന്ന് പറയാം. അതിനുശേഷം നന്ദു അന്വേഷിക്കുകയാണ് കേട്ടോ നാഗേന്ദ്രയെക്കുറിച്ചിട്ടുള്ള വിവരം. നാഗേന്ദ്രയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദർശ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നന്ദു അന്വേഷിക്കുമ്പോൾ കേരളത്തിൽ തന്നെ അയാളെക്കുറിച്ചിട്ട് ഒരുപാട് കേസുകൾ കിടപ്പുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട് അയാൾ. പക്ഷേ ഒളിവിൽ കഴിയുകയാണ് ഈ നാഗേന്ദ്ര. എൻ ജ്വല്ലറിയുടെ MD ആണെന്ന് പോലും അറിയാതെ ദുബായിലും കേരളത്തിലും ഒക്കെ ആയിട്ട് ഒളിവിൽ കഴിയുകയാണ്. അങ്ങനെ ഒരു പാവപ്പെട്ട ജ്വല്ലറിയിലെ ഉടമസ്ഥൻ്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയിട്ടാണ് ഈ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആള് ഒളിവിലായതുകൊണ്ട് തന്നെ പിടികിട്ടാപ്പുള്ളിയായി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലിലുണ്ട് എന്ന് പറയുകയാണ് ആദർശ്. അങ്ങനെ നന്ദുവും പോലീസുകാരും ആദർശും ഒപ്പം മൂർത്തി മുത്തശ്ശനും കൂടി ആ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നന്ദു ഡോറിന് മുട്ടുമ്പോഴേക്കും ഈ നാഗേന്ദ്ര വന്ന് വാതിൽ തുറക്കുമ്പോൾ ഉടനെ തന്നെ നന്ദുവിനെ കണ്ട് അതുപോലെ പോലീസിനെ കണ്ട് മൂർത്തി മുത്തശ്ശനെ കണ്ട് എല്ലാം ഞെട്ടിപ്പോവാണ്. എല്ലാവരെയും കാണുമ്പോഴേക്കും നാഗേന്ദ്ര പുറകിലേക്ക് അങ്ങ് പേടിച്ച് വലിയാണ് കേട്ടോ. അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാം ഒച്ച കേട്ടുകൊണ്ട് പുറകിൽ നിന്ന് ഒരാൾ ആരാ അച്ഛ എന്ന് ചോദിച്ചിട്ട് വരികയാണ്. അത് നമ്മുടെ അവന്തികയായിരുന്നു കേട്ടോ. അവന്തികയും ഇവരെ എല്ലാവരെയും കണ്ട് അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ മുത്തശ്ശൻ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവന്തികയോട് ചോദിക്കുകയായിരുന്നു, നീയും ഈ ചതിക്കകത്തുണ്ടായിരുന്നല്ലേ? നിന്നെ ഞങ്ങൾ ഇത്രയും നാൾ സ്നേഹിച്ചതും നിന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ഇതിനായിരുന്നല്ലേ? അച്ഛനെ കണ്ടപ്പം അച്ഛൻ്റെ പണം കണ്ടപ്പോൾ നിൻ്റെയും കണ്ണ് മഞ്ഞളിച്ച് പോയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് മുത്തശ്ശ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവന്തിക. അപ്പോഴേക്കും ആദർശ് എന്നിട്ട് നാഗേന്ദ്രയോട് പറയാണ്, താൻ എന്താ വിചാരിച്ചത്? തന്നെ ഞങ്ങൾ പൂട്ടില്ലെന്നോ? മൂർത്തീസ് ജ്വല്ലറി എങ്ങനെയും തകർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു താനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എടോ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അപ്പോൾ ഉടനെ നാഗേന്ദ്ര ചോദിക്കുക, എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, നേരത്തെ ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അയാളുടെ കുടുംബത്തെ മുഴുവൻ ആക്സിഡൻറ്റിലൂടെ കൊല്ലപ്പെടുത്തിയത് താനല്ലായിരുന്നോ, തൻ്റെ ആൾക്കാരല്ലായിരുന്നോ എന്ന് ചോദിക്കുക. അതിൻ്റെ പിന്നിലൊക്കെ താനാണെന്നുള്ള കാര്യം തെളിഞ്ഞതാണ്. ഒരു കൊച്ചു ജ്വല്ലറി ഉണ്ടായിരുന്ന ആളല്ലേ അയാൾ. അയാളുടെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കി ആ ജ്വല്ലറിയിലും അവിടുത്തെ സ്വർണം എല്ലാം കൈമുതലാക്കി ദുബായിലേക്ക് വിട്ട് തൻ്റെ സാമ്രാജ്യം അവിടെയല്ലേ തുടങ്ങിയത്. ആ കേസ് ഇന്നും കേരളത്തിലുണ്ട്. താൻ പിടികിട്ടാ പുള്ളിയായിട്ട് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് നന്ദു കയ്യിൽ വിലങ്ങിടാൻ പോവാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, നീ വിചാരിച്ചത് ഞങ്ങളുടെ മൂർത്തീസ് ജ്വല്ലറി അങ്ങ് ഇല്ലാതാക്കാന്നല്ലേ? ഇതുപോലൊരു ചതി ചെയ്തതിനല്ലേ അന്ന് നിന്നെ പുറത്താക്കിയത്? വീണ്ടും നീ ഞങ്ങളെ ചതിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു അല്ലേ എന്ന് പറയാണ്. ആദർശം നല്ലത് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നാഗേന്ദ്രയോട്. അങ്ങനെ നാഗേന്ദ്രയുടെ കയ്യിൽ വിലങ്ങണിയിച്ച് നന്ദു കൊണ്ടുപോവുകയാണ്. അവന്തികയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവന്തിക ഞെട്ടിത്തിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനും ആദർശം സന്തോഷത്തോടെ നിൽക്കുകയും മുത്തശ്ശൻ ആദർശനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്